ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി. സിറ്റി ഓഫ് സാക്സോഫോൺ. എവിടന്നൊക്കെ പാട്ടൊക്കെ കേൾക്കണം. അവിടെ ഒരു സാധനം കണ്ടോ? എന്റെ സാധനം മനസ്സിലായോ? ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയിട്ടുള്ള 9ാമത്തെ രാജ്യത്തിലോട്ടാണ് ഇന്ന് ഞങ്ങള് പോകാൻ പോകുന്നത്. സോ ഓൺ ദ വേ ടു ലക്സംബർഗ് ടു ബെൽജിയം. ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുള്ളൂ. വീഡിയോ എടുക്കാൻ മറന്നുപോയി. ലക്സംബർഗ് മറ്റേ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ദൂരം ഉണ്ടാവും, പക്ഷെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് ബോർഡർ ക്രോസ് ചെയ്തു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഗായ്സ്, ഒരു യൂട്യൂബ് മോഡലൊക്കെ വന്നു തുടങ്ങിയില്ലേ. അപ്പം വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ബ്രൂസൽസ് അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. സിറ്റി അല്ല, ബ്രൂസൽസ് അല്ല, ബെൽജിയം. ബെൽജിയം അത്യാവശ്യം വലിയൊരു രാജ്യമാണ്. ആക്ച്വലി ഒരു 4 കൺട്രീസ് ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു കൺട്രി. ജർമ്മനി ഉണ്ട്, പിന്നെ മുകളിൽ നെതർലാൻഡ്സ് ഉണ്ട്, പിന്നെ ഇപ്പുറത്ത് ഫ്രാൻസ് ഉണ്ട്, പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ ലക്സംബർഗ്. അങ്ങനെ 4 കൺട്രീസ് ആയിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബെൽജിയത്തില് 3 റീജിയൻ ആയിട്ട് അവര് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ളത് മറ്റേ ഏതാ നെതർലാൻഡ്സിന്റെ സൈഡിലുള്ള ഒരു ഫ്ലെമിഷ് റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ സെൻട്രലിൽ വരുന്നതാണ് ഈ ബ്രൂസൽസ് ഒക്കെ. ഈ ബെൽജിയത്തിന്റെ ക്യാപിറ്റലൊക്കെ ആയിട്ടുള്ള ബ്രൂസൽസ് അല്ല, അതൊരു റീജിയൻ. ബ്രൂസൽസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2ാമത്തെ റീജിയൻ. പിന്നെ ഏറ്റവും താഴെ വരുന്ന റീജിയൻ, ഈ ലക്സംബർഗിന്റെ ബോർഡറിലൊക്കെ വരുന്ന ഈ റീജിയൻ വരുന്നതാണ് വല്ലോൺ റീജിയൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ലാംഗ്വേജ് തന്നെയാണ് മെയിൻ പ്രത്യേകത. ഈ ഏരിയയിലുള്ളവർ കൂടുതലും ഫ്രഞ്ച് ആണ് സംസാരിക്കുന്നത്. മോളിക്ക് പോകുമ്പോൾ കൂടുതലും ഡച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഈ രണ്ടിലും പെടാത്ത ഈ ബ്രൂസൽസില് രണ്ടും സംസാരിക്കും, പക്ഷെ മെജോറിറ്റി ഫ്രഞ്ച് അവർ സംസാരിക്കുന്നത്. നമ്മളിപ്പം ജസ്റ്റ് ക്രോസ് ചെയ്ത് വന്നേക്കുന്നത് വലോൺ ഏരിയയിലേക്കാണ്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ബെൽജിയത്തിലെ ഡിനാൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം ആരും അങ്ങനെ വീഡിയോസ് ഒന്നും ഞങ്ങൾ അധികം കണ്ടില്ല. യൂട്യൂബൊക്കെ നോക്കിയാണെങ്കിൽ അധികം വീഡിയോസ് ഒന്നും കണ്ടില്ല. പക്ഷെ നല്ല രസമുള്ള സിറ്റി. നമ്മൾ വീഡിയോസ് കണ്ടു. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ സ്ഥലങ്ങൾ വളരെ രസമുണ്ട്. അങ്ങനെ ചൂസ് ചെയ്ത സ്ഥലമാണ്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും അവിടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് എടുത്തു പറയാൻ പാകത്തിന് കാഴ്ചകളൊന്നുമില്ല. ഇത് കണ്ടോ, ബ്രൂസൽസിലേക്ക് ഇനി ഒരു 173 കിലോമീറ്റർ കൂടി യാത്രയാണ്. അത് നമ്മള് അടുത്ത ട്രിപ്പിന് വേണ്ടി വെച്ചേക്കുവാണ്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഡിനനിലേക്കാണ്. അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. അപ്പം കണ്ടോ, ഇവിടെ ഫുൾ സമ്മർ ആയതുകൊണ്ട് ഫുൾ പച്ചപ്പായിട്ട് കിടക്കണം. പിന്നെ ഒരു ഔട്ട് ഓഫ് ഒരു ഹൈവേന്റെ സെറ്റപ്പ് അത്രേന്റെ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവത്തില്ല. സ്ട്രൈറ്റ് ഒരു വഴി കൂടെ പോവാ. സ്ട്രൈറ്റ് റോഡ് ആയിരിക്കും, പക്ഷെ നമുക്ക് വലിയ എഫേർട്ട് നടക്കേണ്ട ആവശ്യമില്ല. ഹൈവേയിലെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ ജർമ്മനിയിൽ ഓടിക്കുന്നവർ ഓടിക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ നിയമത്തിന്റെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സ്പീഡ് ലിമിറ്റിന്റെ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ ബോർഡുകൾ കുറവാട്ടോ. സൈൻ ബോർഡൊക്കെ ഭയങ്കര കുറവാ. ഇപ്പൊ ജർമ്മനിലാണെങ്കിൽ മുട്ടിന് ഫുൾ ബോർഡുകളാ. 80 മാറ്റി, 60 മാറ്റി, 100 മാറ്റി, ഫുള്ള്. പക്ഷെ ഇവിടെ ബോർഡുകൾ, അതെ ഇവിടെ പക്ഷെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ബോർഡുകളെ കാണാനില്ല. പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ഈ വീട് പോലെ തന്നെ ഉണ്ടല്ലേ. ജസ്റ്റ് ഒരു പാലമാണ്. പാലല്ലല്ലോ ഇത്. ബെൽജിയം ബി വെച്ചിട്ടുള്ള വണ്ടികൾ വൈറ്റ് ബോർഡില് ബ്രൗൺ ലെറ്റേഴ്സ് എഴുതിയല്ലേ. ഡിനാനിലേക്ക് ഇനി നമുക്കൊരു 12 കിലോമീറ്റർ കൂടി ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ സൈഡിൽ ഇപ്പൊ ഒന്നും പുതിയതായിട്ട് വന്നിട്ടില്ല സത്യം പറഞ്ഞു. ഇതാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നത്. അപ്പം ബെൽജിയത്തിന്റെ ഹൈവേന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഒരു ചെറിയൊരു വില്ലേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മുടെ ഡിനൻ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക്. ചെറിയ വഴികളാണേ, നല്ല വ്യത്യാസമുണ്ട്. ഒരു UK മോഡലിലൊരു നമ്മുടെ ചൂടുകട്ട കണ്ടിട്ടുള്ളത്. തീരെ കുഞ്ഞു റോഡാണല്ലോ. കറക്റ്റ് 2 വണ്ടിക്ക് പോലെ. പക്ഷെ രസമുണ്ട് കാണാൻ അല്ലേ. നമൂർ എന്ന് പറഞ്ഞ റീജിയനിലാണ്. എത്തി. അതിന്റെ താഴെ ഒരു റിവർ ഉണ്ട് അവിടെ. നമൂർ എന്ന് പറഞ്ഞ ഒരു റീജിയന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണ് ഡിനൻ എന്ന് പറയുന്നത്. ബ്രൂസൽസ് നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രെയിൻ ഉണ്ട്. അതേപോലെ ലക്സംബർഗിൽ നിന്ന് നമുക്ക് വരാം. വിയ ട്രെയിൻ വഴി നമുക്ക് വരാൻ പറ്റും. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് വില്ലേജ് ഡിനൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും. കണ്ടോ,
എന്താ സാധനം മനസ്സിലായോ? ഒരു ഗോൾഡൻ കളർ, അതാണ് സാക്സോഫോൺ. കണ്ടോ? ഈ സാക്സോഫോണിന്റെ ഫൗണ്ടർ, സാക്സോൺ അങ്ങനെ എന്തോ ആണ് പുള്ളിന്റെ പേര്. ആ പുള്ളിന്റെ നേറ്റീവ് കൺട്രി ആണ്, അല്ല നേറ്റീവ് പ്ലേസ് ആണ് ഡിനാൻഡ്. സാക്സോഫോണിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഡിനാൻഡ് സിറ്റിയാണ്. ആ അതെ, ആ ടോപ്പിലൊരു പള്ളി ഉണ്ടോ? ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, ഡിനാൻഡിന്റെ മെയിൻ അട്രാക്ഷൻ ആണ് ആ കത്തീഡ്രൽ. നോട്ടർഡാം അല്ലല്ലോ, ആ കത്തീഡ്രലിന് വേറെന്തോ പേര് ഞാൻ പറഞ്ഞുതരാം, എഴുതി കാണിക്കാം. കത്തീഡ്രലിന്റെ പേര് ഫുൾ ആൾക്കാരായാലോ. ഈ മലേന്റെ മുകളിൽ വലിയൊരു സിറ്റാഡൽ ഉണ്ട്. ഈ പള്ളിന്ന് സിറ്റാഡലിലേക്ക് തമിഴ്ക്കാരന്റെ സർവീസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ആ പള്ളിന്റെ ഷേപ്പ് കണ്ടോ? പള്ളിന്റെ ഡോമിന്റെ ഷേപ്പ് കണ്ടോ? വണ്ടി പാർക്ക് ചെയ്ത് നടക്കേണ്ടി വരും കേട്ടോ. ഇവിടെ ഒന്നും നല്ല തിരക്കാണല്ലോ. അയ്യോ നല്ല തിരക്കാട്ടോ. ഇവിടെ ഒന്നും വണ്ടി ഇടാൻ പറ്റില്ലല്ലോ. അവിടെ വണ്ടി ഫുള്ളാ. കുറച്ചുകൂടി മുന്നിൽ കയറ്റിട്ടാലോ? എല്ലാ പതാകയും ഉണ്ടല്ലോ. ഇന്ത്യന്റെ ഉണ്ടോ? ഇത് ഏതിന്റെ പതാക ഫസ്റ്റ് ഇരിക്കണേ? അമേരിക്ക അല്ലേ? എന്തുകൊണ്ട് ഇന്ത്യ വെച്ചൂടാ? ഇറ്റലി, ജർമ്മനി, സ്വീഡൻ, ക്രൊയേഷ്യ ആണോ? ഇതാണ് റിവറിന്റെ സൈഡിലൊക്കെ എന്നാ തിരക്കാന്നറിയോ? ഹോളിഡേ ആയിരിക്കും. ഈ റിവറിന്റെ സൈഡിൽ എല്ലാ സാക്സോഫോണിന്റെ പല കളർ അടിച്ചിട്ടുള്ള സാക്സോഫോൺ വെച്ചേക്കാണ് അവര്. ഇവിടെ കൊണ്ടേ വണ്ടി ഇടും. വണ്ടി പാർക്കിംഗ് സീനാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഡിനന്റെ തിരുവോരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിടെയും കണ്ടോ സാക്സോഫോണിന്റെ പല ടൈപ്പിലുള്ള കളർഫുൾ ആയിട്ടുള്ള സാക്സോഫോൺ വെച്ചേക്കുന്നത്. സിറ്റി ഓഫ് സാക്സോഫോൺ കളർഫുൾ അല്ലേ? ബിൽഡിങ്സ് ഒക്കെ രസമല്ലേ കാണാൻ? കാണിച്ചാലോ ജീവിതം കളർഫുൾ ആയിട്ട് അമ്പ അല്ല പാടത്തൊക്കെ വെച്ച് ഇതുണ്ടോ? ഫോട്ടോ കാണാണ്ടോ? മോയിസ് എന്ന് പറഞ്ഞ റിവറിന്റെ സൈഡിലാണ് ഡിനൻ എന്ന് പറഞ്ഞ ഈ സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ബോട്ട് റൈഡ് എടുക്കാനുള്ള ഓപ്ഷൻ ആക്കിയിട്ട് എല്ലാം പേടായിരിക്കും കേട്ടോ. ഇവിടെ ഫുൾ ക്രൗഡഡ് ആണ്. ഈ ഇരിക്കുന്ന ആൾക്കാർ ഫുള്ളും കഴിച്ചോണ്ടിരിക്കുന്നത് എന്താന്ന് ഊഹിക്കാവോ? ബെൽജിയത്തിൽ വന്ന് കഴിച്ചിരിക്കുന്നത് എന്താന്ന് ഊഹിക്കാവോ? ഒന്നും പറയാനില്ല. ഇതാണ് ബെൽജിയം വേഫിൾസ് കഴിക്കാനാണ് മെയിൻ ആയിട്ട് ബെൽജിയത്തിലെ ആൾക്കാർ വരുന്നത്. ബെൽജിയം ഇസ് ഫേമസ് ഫോർ എന്തൊക്കെയാണ്? വേഫിൾസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ബെൽജിയം ചോക്ലേറ്റ്സ്, പിന്നെ ബിയർ. ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ഇതേപോലത്തെ കലാകാരന്മാര് പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കും. കണ്ടോ? എല്ലാവരുടെയും ഒന്നെങ്കിൽ വാഫിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഐസ്ക്രീം ആണ് ഇപ്പൊ അല്ലേ? ചൂടും തണുപ്പില്ല, എന്നാ വലിയ വെയിലും ഇല്ല കേട്ടോ. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോ രസം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. പ്ലസന്റ് അല്ല, അത്യാവശ്യമായിട്ടുണ്ട്. നമ്മള് നേരത്തെ കണ്ട അപ്പച്ചനും വെച്ചിതേ വരുന്നു. പക്ഷെ സമ്മതിക്കട്ടെ, അവരുടെ ഗട്സ് സമ്മതിക്കണം. എല്ലാരെ കൊണ്ട് പറ്റുന്നൊക്കെ നമുക്ക് തോന്നും ഇതേപോലെ പോവാൻ, പക്ഷെ പറ്റൊന്നുമില്ല. ബൈക്കിൽ വലിയ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് തിരക്കിനെ കൂടെ പോവാൻ സത്യം നല്ല ഗട്സ് വേണം. അത് ഒരു തിരക്കുള്ള സ്ഥലത്ത് കൂടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് നേരത്തെ ഫ്ലൈങ് ഒക്കെ തന്നു നമ്മള് വീഡിയോ എടുക്കാണ്ടോ. അടിച്ചുപൊളി എൻജോയ് ചെയ്ത് നടക്കുന്നവരാവും.
ഡിനൻ സിറ്റിന്റെ സെന്ററിൽ വന്നിരിക്കുന്നത്. ഈ ഡിനൻ സിറ്റിനെ മുറിച്ചു കിടക്കുന്നത് ശരിക്കും ഒരു റിവർ ആണ്, മോയ്സ് റിവർ എന്നറിയപ്പെടുന്ന റിവർ. അപ്പം ഈ റിവറിൽ കൂടെ ഡിനൻ സിറ്റി ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിട്ട് ഫോറിനേഴ്സ് എടുക്കും, ആവശ്യമുള്ളവർ എടുക്കും, എല്ലാവരും എടുക്കും കേട്ടോ. അങ്ങനെ ഒരു ക്രോസ് ട്രിപ്പ് ആണ് അതെ ആ റിവറിൽ കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ചാർജ് വരുന്നത് ഏകദേശം ഒരു 15 യൂറോ ഒക്കെയാണ് ചാർജ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബെൽജിയത്തിൽ വരുമ്പോൾ ആൾക്കാർ മറ്റേ വാഫിൾസും ചോക്ലേറ്റ്സും ഫ്രൈസും ഒന്നും കഴിക്കാണ്ട് പോവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സൈഡിലുള്ള ഷോപ്പിലെല്ലാം നല്ല തിരക്കാണ്. ഐസ്ക്രീം കഴിക്കാനൊക്കെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല സിറ്റി ആട്ടോ. ഞങ്ങൾ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. എക്സ്പെക്ട് ചെയ്തു, ഇത്ര റഷ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ രസമുണ്ട്. അത്യാവശ്യം ബായും കൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റും കിട്ടി അല്ലേ? ഇപ്പൊ സമയം എത്രയായി? സമയം 6:15. ഇത് വാഫിൾസും പിന്നെ ഫ്രൈസ് ഒക്കെ കൊടുക്കുന്ന കടയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ നല്ല റഷ്, ഇപ്പൊ ഒന്ന് കുറഞ്ഞു. ടോപ്ലൈൻ പോണ കണ്ടോ? ഈ പള്ളിന്റെ ഈ താഴ്ഭാഗത്തുനിന്ന് കണ്ടോ, ഈ താഴ്ഭാഗത്തുനിന്ന് മുകളിലോട്ട് സിപ്ലൈൻ പോണ. ബൈക്ക് റൈഡേഴ്സ് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം തോന്നിയത്. നമ്മളിപ്പോ തന്നെ എന്തോരം പേരെ കണ്ടു അല്ലേ? ഈ ഒരു ഏരിയ ഫുള്ളും അപ്പർ സൈഡ് ഇപ്പർ സൈഡ് രണ്ട് സൈഡ് ഫുൾ സാക്സോഫോൺസ് വെച്ചേക്കുവാണേ. അതിനൊരു റീസൺ ഉണ്ട്. കാരണം സാക്സോഫോണിന്റെ ഇൻവെന്റർ സാക്സ് എന്ന് പറഞ്ഞ ആള് ജനിച്ചു പറഞ്ഞ സിറ്റിയാണ് ഡിനന്റ്. അതുകൊണ്ട് ഒരു ആദര സൂചകമായിട്ടായിരിക്കും ഇത് പെർമിറ്റ് അവിടെ സ്ഥാപിച്ചു വെച്ചേക്കോല്ലേ? നമ്മള് സൗനീർ മേടിക്കാൻ വന്നേക്കാം, നമ്മുടെ സിഗ്നേച്ചർ സാധനം. പക്ഷെ ഇവിടെ കാണാൻ സാധാ ഒരു സൗനീർ അവിടെ കിച്ചനാണേ. പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ആംസ്റ്റർഡാം ആണ്. അതേപോലെ ബെൽജിയത്തിന്റെ പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നതാണ് ഡെനറ്റ്. ഇത് വേറെ ആരും എവിടെ നിന്നും കിട്ടിയതൊന്നുമല്ല, ഇത് ഞങ്ങളായിട്ട് പറഞ്ഞത്. കാരണം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. അതേപോലത്തെ ഒരു പിക്ചറിസ്റ്റിക് വ്യൂ ആണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഈ ഡിനന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഇപ്പൊ ഒന്ന് ഒഴിഞ്ഞതാണ്. പള്ളി നല്ല രസമായിട്ട് സിറ്റാഡല് ചിലപ്പോ അത് നമ്മളെ നോക്കുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ആരെങ്കിലും ബ്രൂസൽസ് വരുവാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് ആണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു ബ്രൂസൽസിന്ന് വിയ ട്രെയിൻ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഡ്രൈവ്, 1.5 മണിക്കൂറോടെ നിങ്ങൾക്ക് ഇവിടെ എത്താം, ഡിനലിൽ എത്താം. അതേപോലെ ലക്സംബർഗിൽ നിന്ന് കാണാൻ വരുന്നവർക്കും നിങ്ങൾക്ക് ഡിനലിലേക്ക് വരാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഡിനലിൽ നിന്ന് നമ്മള് ബൈ ബൈ പറയാൻ പോവാണ്. ഇതൊക്കെയുള്ളൂ ഡിനലിലെ കാഴ്ചകൾ. അപ്പൊ നമുക്ക് നാളെ വേറൊരു പുതിയ സിറ്റി ആയിട്ട്, ബെൽജിയത്തിന്റെ ഒരു അടിപൊളി സിറ്റി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്രയ്ക്ക് പറയാനുള്ളൂ. അപ്പൊ ശരി.